ഒരു 40 വയസ്സായ ഒരു സ്ത്രീയാണ്. അവർ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം കല്യാണം ആലോചിച്ചപ്പോൾ പിന്നെ ഈ പെണ്ണ് തന്നെ അവർക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞു, ഇഷ്ടമായിരുന്നെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് കുട്ടികളൊക്കെ ഇപ്പോൾ 40 വയസ്സായി, മറ്റേ കോളേജ് പഠിക്കാൻ 10-20 കൊല്ലം മുമ്പായിരിക്കും. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം സാമ്പത്തികമായി കുറച്ച് ഉയർന്ന നിലയിലൊക്കെയാണ്. പക്ഷേ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ പെണ്ണിന് വല്ലാത്തൊരു വിഷമം, അവരെന്നെ പറയാം, എനിക്കത് വല്ലാത്തൊരു വിഷമമായി. പിന്നെ ഞാൻ അവരെ കണ്ടുമുട്ടി, സംസാരിച്ചു, പരസ്പരം നമ്പറുകൾ കൈമാറി. അവരിപ്പോൾ ചാറ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തം ഭർത്താവിന് സമയമില്ലാത്തതുകൊണ്ടും സംസാരിക്കാത്തത് കൊണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നത് ഇവരിൽ നിന്നാണ്. അപ്പോൾ അവരെന്നെ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മനസ്സിൽ അത് പോകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെ ഡിപ്രഷനായി. ഇപ്പോൾ ഡോക്ടർമാരെ കണ്ട് ഗുളിക കുടിക്കുകയാണ്, അങ്ങനെ കുറേ പ്രയാസത്തിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ, കാരണം ഇതൊന്നും പോകണമല്ലോ മനസ്സിന്, കാരണം എന്തായാലും ഒന്നിക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, നമുക്കൊരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല, നമുക്കിങ്ങനെ ഫോൺ വിളികളും മെസ്സേജ് അയക്കലൊക്കെ ചെയ്യാം, നിൻ്റെ തമാശക്ക്. ഇപ്പോൾ ഒരു തമാശയൊക്കെ പറയും, മറ്റേ സ്വന്തം ഭർത്താവിന് തമാശ. അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അവർ പറയും ഇതിന് എന്താണ് കാരണം, എങ്ങനെ ഇതൊന്നും മോചിതനാവാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇത് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കും. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു സുഹൃത്തിനോടുള്ള ബന്ധം, നമ്മുടെ അതേ ഒരാണിനോടുള്ള ബന്ധം, പെണ്ണിനോടുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സ്, ഒരാണ് പെണ്ണ് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ആ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ബന്ധമാണ്. അത് പലപ്പോഴും ഈ ബന്ധങ്ങൾ തുടങ്ങുന്നവർക്ക് അറിയില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഡേഞ്ചർ. ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യാണ്, ഒരു കമ്പനി ആകുമ്പോൾ, ഒരു സുഹൃത്താകുമ്പോൾ, അവരൊന്നും വിചാരിച്ചിട്ടല്ല, വെറുതെ ഒന്ന് സംസാരിക്കാനേ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ഏത് വ്യക്തിയാണെങ്കിലും ഓരോ നിമിഷങ്ങളിലും എന്ത് ചെയ്യും, ഇവർ കാണും സംസാരിക്കൊന്നും വേണ്ട, മനസ്സിലത് പതിയണതോടുകൂടെ എന്ത് ചെയ്യും, ഈ ബന്ധം ഇങ്ങനെ വളരുകയാണ് ചെയ്യുക. ഇത് വളർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം, അതായത് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം, അതാണ് അതിൻ്റെ ഒരു തുടക്കത്തിലൊരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ്. ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് ജീവിക്കാതെ പറ്റില്ല എന്നാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിൽ വേറെ ഒരു ലക്ഷ്യമില്ല, അവർക്കാകെ ഒരുമിക്കണം എന്നതിലപ്പുറം ഒരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടാവില്ല. കാരണം ഇത് ഈ ആണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ഒന്നിച്ച് ജീവിക്കാൻ ഒരു ആകർഷണം ഉണ്ടാവാൻ വേണ്ടി പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യമാണ്. അത് വല്ലാതെ നമ്മളിൽ പ്രവർത്തിക്കും. അതെന്തിനാണ് അങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടാൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. ചിലപ്പോൾ അയാൾക്കൊരു സോറിയാസിസ് വരാം, ചിലപ്പോൾ അയാൾ നട്ടിൽ തളർന്ന് വീഴാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ ഭർത്താവിന് ഇവൾ ഉപേക്ഷിച്ച് പോവില്ല, ഇവൾ ഉപേക്ഷിച്ച് അവനും പോവില്ല. അതായത് പരസ്പരം ഒരു നേട്ടമില്ലെങ്കിൽ പോലും ഒരു സ്നേഹത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന, നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു ആകർഷണീയത ആണും പെണ്ണും തമ്മിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ. അപ്പോൾ ഇത് അള്ളാഹു സൃഷ്ടിപ്പിലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കും, സംഭവിക്കും. അപ്പോൾ അത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ എന്നുള്ളത് പ്രശ്നമില്ല, അവർ അന്യ മതസ്ഥരാണോ എന്നുള്ളത് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് 90 വയസ്സ് ഒരാൾക്ക് 9 വയസ്സ്, ഇതൊന്നും ഇതിൽ പരിഗണിക്കുക. കുട്ടികൾ, ചെറിയ കുട്ടികൾ, അതൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ. അപ്പോൾ എന്താ ഉണ്ടാവുക അറിയോ, ഈ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ ചാറ്റ് ചെയ്യും, ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യും, കഷ്ടപ്പെട്ടു പോകും. ഇവർക്ക് ഒന്നിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കും. ഇത് ഉപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കരമായ മാനസിക സംഘർഷങ്ങളും ഡിപ്രഷനും വരും. ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വന്തം ഭർത്താവിനെ തന്നെ എന്ത് ചെയ്യും, കൊന്നുകളയും, ഭാര്യനെ കൊന്നുകളയും. ചിലപ്പോൾ നാട് വിട്ടുപോകും, മതം ഉപേക്ഷിക്കും, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് ഇവർക്കോട് നമുക്ക് ആകെ പറയാനുള്ളത്, എപ്പോഴാണോ തിരിച്ചറിവേണ്ടത് അപ്പം സ്റ്റോപ്പ് ചെയ്യുക, അപ്പം നിർത്തുക. ആ നിർത്തുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമോ അത് ആ ബുദ്ധിമുട്ട് തീരുന്നതോടുകൂടെ തീരും. എന്നുവെച്ചാൽ ആ ബുദ്ധിമുട്ട് അരച്ച് തുടരുകയാണെങ്കിലോ ഒരു അപകടകരമായ പരിഹാരത്തിലേക്കാണ് ഇത് പോവുക. പരിഹരിക്കാത്ത ഏത് വിഷയവും സങ്കീർണമായ പരിഹാരങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇവരിപ്പോൾ ഇത് നിർത്തും കഴിയില്ല എന്ന് പറഞ്ഞാൽ
ഇവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല. ഒന്നുറപ്പാണ്, ഇവർക്ക് ഇപ്പോഴുള്ള ഒരു ദാമ്പത്യം ഉണ്ടല്ലോ അതുണ്ടാവില്ല, ഇവർ ഈ ആഗ്രഹിക്കുന്ന ദാമ്പത്യം ഉണ്ടാവില്ല. അതിനകത്ത് ഭർത്താവ് പറഞ്ഞാൽ അവിടെ അത് നശിച്ചു പോകും. മറ്റയാളുടെ ഭാര്യ അറിഞ്ഞാൽ ഒരു നിലക്കും അവരെന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളില്ല, അതോടെ തീരും. അവിടെ നിന്ന് നിർത്തുക പറഞ്ഞാൽ ഇയാളെ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ബ്ലോക്ക് ചെയ്യും. ഇത് തെറ്റാണ്, ഞാൻ ഇത് തുടരുന്നില്ല, ഇത് റമളാനാണ്, ഞാൻ ഇതിന് തൗബ ചെയ്യാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇനി ജീവിതത്തിൽ ഒരിക്കലും അയാളെ കണ്ടുമുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലൊരു പ്രശ്നമല്ല സംഗതി, ഇത് ഇവൾക്ക് വെറുതെ തോന്നുകയാണ്. അപ്പം അഥവാ അന്ന് കല്യാണം കഴിച്ച ഇയാളെയാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അയാൾ കഷ്ടപ്പാടേക്കാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രേമവിവാഹങ്ങളൊക്കെ പരാജയങ്ങളിൽ എന്ത് ചെയ്യും, കലാശിക്കും. ആ സമയത്ത് ഒരു ഇഷ്ടം ഉണ്ടായിട്ട് കല്യാണം കഴിക്കണ്ടല്ലോ, അത് പലപ്പോഴും ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് നിർത്തുകൊണ്ട് ഒരു പ്രശ്നമില്ല. അയാൾ മറ്റാണുങ്ങളെ പോലെ ഒരു ആണ് എന്നല്ലാതെ ഇയാൾക്ക് തോന്നുന്നു ഈ വ്യക്തി എന്നുള്ളതിന് ഈ പ്രേമത്തിൽ ഒരു പ്രസക്തിയില്ല. ഇതിപ്പോൾ മുമ്പ് പരിചയപ്പെട്ട ആൾ എന്നുള്ളതല്ല, ഇവർ തമ്മിൽ ഇപ്പോൾ ബന്ധപ്പെടാൻ കാരണം മുമ്പ് പരിചയം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി മുമ്പ് പരിചയമൊന്നും ഉണ്ടാവണ്ട, വേറെ ഒരു കക്ഷി, ഇയാൾ ഒരു മുൻ പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇവള് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവുക. ആരായിരുന്നാലും അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴാണോ തിരിച്ചറിവുണ്ടാകുന്നത് അപ്പം സ്റ്റോപ്പ് ചെയ്യുക, ആ പരീക്ഷയിൽ അവസാനിക്കും. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റും.